മധു തുടരുന്നുണ്ട്. മധു, ഇനി അറിയാൻ ബാക്കിയുള്ള കാര്യം ഇതാണ്. സെലൻസ്കി ഒക്കെ തന്നെ പ്രതീക്ഷയോടുകൂടി ഓരോ നിമിഷവും ഒരുപക്ഷെ തത്സമയമൊക്കെ സെലൻസ്കി അടക്കമുള്ള ലോക നേതാക്കൾ കാണുന്നുണ്ടാകണം. എന്താണ് അടുത്ത മൊമെന്റിൽ സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ ഈ കൂടിക്കാഴ്ചയുടെ എന്നൊക്കെ ലോക നേതാക്കൾ ഒരുപക്ഷെ തത്സമയം ടെലിവിഷൻ മുൻപിൽ വന്നിരിക്കുന്ന ഒരു സ്ഥിതി എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് അലാസ്കയിലെ ഈ പുടിൻ ട്രംപ് കൂടിക്കാഴ്ച എന്ന് പറയാം മധു, അല്ലേ? തീർച്ചയായിട്ടും പ്രജിന്ത, ഈ സഖ്യകക്ഷികളുടെ കാര്യത്തിൽ പോലും ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു കൂടിക്കാഴ്ചയായിരിക്കും ഇത്. കാര്യം റഷ്യയുമായി ചേർന്നു പോകാനായിട്ട് ഡൊണാൾഡ് ട്രംപ് യുക്രൈന് അത്ര നല്ല അല്ലാത്ത ഏതെങ്കിലും രീതിയിലേക്ക് ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കടുത്ത പ്രതിഷേധം അമേരിക്ക നേരിടേണ്ടി വരും. ഇടക്കാലത്ത് തന്നെ ട്രംപ് അധികാരമേറ്റതിന് ശേഷം ഇവരുമായിട്ടുള്ള ബന്ധം തീരുവയുടെ പേരിലൊക്കെ ഉണ്ടായതാണ്. എന്നാൽ ഏറ്റവും ഒടുവിലാണ് അത് പറഞ്ഞു തീർത്തത്. അതുകൊണ്ട് തന്നെ ലോകക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇത്. തന്നെയുമല്ല, ലോകത്തെ ആണവായുധ ശക്തികൾ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച കൂടിയാണ്. ആ ഒരു കാര്യത്തിൽ തന്നെ ഈ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ആണവായുധങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പുടിൻ ഈ ചർച്ചയിൽ കൊണ്ടുവരുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. സെലൻസ്കിയോട് എന്തൊക്കെയായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ സെലൻസ്കിക്ക് എന്തൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി ട്രംപിന് ഒരു ധാരണ ഉണ്ടായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യം ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണുമായിട്ടുമൊക്കെയുള്ള ഒരു സംയുക്ത ചർച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു പ്രദേശം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിനോ യൂറോപ്യൻ യൂണിയനോ അല്ലെന്നുണ്ടെങ്കിൽ സെലൻസ്കിയോ തയ്യാറല്ല എന്ന് അവർ വളരെ കൃത്യമായിട്ട് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, യുക്രൈനു വേണ്ടി ഏതെങ്കിലും കരാറിൽ ഒപ്പിടുവാൻ അത് സെലൻസ്കിക്ക് പോലും അധികാരമില്ല. അവിടുത്തെ ഭരണഘടന അങ്ങനെയാണെന്നുള്ള മുന്നറിയിപ്പും യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിന് നൽകിയിട്ടുണ്ട്. ട്രംപ് അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് അദ്ദേഹം ഇടപെടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രജിൻ, മധു കൊട്ടാരക്കരയാണ് അലാസ്കയിലെ ആംഗ്രീജിലുള്ള അമേരിക്കൻ വ്യോമസേന ബേസിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേർന്നത്. അല്പസമയത്തിനകം അമേരിക്ക റഷ്യ പുടിൻ ട്രംപ് കൂടിക്കാഴ്ച തുടങ്ങും.